തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക ഒരു വട്ടം കൂടി പുതുക്കും. ഡിസംബർ 20-ന് മുമ്പ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കണം. SIR-ൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ പറഞ്ഞു. 1995 മുതൽ ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇലക്ഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം തന്നെ നടത്തുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഈ സ്ഥാപനങ്ങളിലേക്കുള്ള മുഴുവൻ വാർഡുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായി വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി പുതുക്കുന്നതാണ്. 5 വർഷ കാലാവധി പൂർത്തിയാക്കി പുതിയ ഭരണസമിതികൾ നിലവിൽ വരേണ്ടത് 2025 ഡിസംബർ 20-നാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. KR സാജു ചേരുന്നു. സാജു, വിവരങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്നാണ് അറിയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനു മുമ്പ് ഒരിക്കൽ കൂടി വോട്ടർ പട്ടിക പരിശോധനയുണ്ടാകും. KR സാജു ചേരുന്നുണ്ട്. സാജു, കേൾക്കാമോ? കൂടുതൽ വിവരങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അതായത് 2 ഘട്ടമായിട്ടായിരിക്കും ഇത്തവണയും തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതായത് അങ്ങനെയാണെങ്കിൽ അവസാനത്തോടുകൂടിയോ നവംബർ ആദ്യമോ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ പുറത്തിറക്കും. ഇപ്പോൾ വോട്ടർ പട്ടിക സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഒരു തവണ കൂടി പുതുക്കിയ ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 മാസം മുന്നോട്ട് നീക്കിവെച്ചാണ് നടന്നത്. അന്ന് കോവിഡ് കാലമായതിനാൽ അതുകൊണ്ടാണ് ഡിസംബർ 21-നായിരുന്നു അന്ന് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഡിസംബർ 20-ന് മുമ്പായി പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കേണ്ടി വരും. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും തീയതി സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ പിന്നീടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുകയെന്ന് വ്യക്തമായിട്ടുണ്ട്.